അപ്പോൾ നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകാം. ഷീജ അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വിഴിഞ്ഞത്തെ നേർക്കാഴ്ചകൾ തത്സമയം നമുക്ക് കാണാം. അവിടെ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഷീജ, നമ്മളെല്ലാവരും അതിനു മുൻപ് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഏറ്റവും സന്തോഷത്തോടെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു ചരിത്ര നിമിഷമാണ്. കേരളം ലോകത്തോളം വളർന്നു എന്ന് തന്നെ പറയാം. നമ്മളിനി ലോകത്തോട് സംസാരിക്കാൻ പോകുന്നത് ഈ വിഴിഞ്ഞത്ത് നിന്നുകൊണ്ടാണെന്നേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്നോട് സംസാരിക്കാൻ ഷീജയ്ക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഗുഡ് മോർണിംഗ് മനു. വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന് എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഒരു ചരിത്ര നിമിഷമാണ്. ആ ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കൂടി കഴിയുന്നു എന്നുള്ളതാണ് അതിൽ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നു, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. ആ പോർട്ടിൻ്റെ മുൻവശമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുക. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഇത് രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയാണ്. രാജ്യത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ കേവലം രാജ്യത്തിന് മാത്രമല്ല ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്, ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞ ഒരു തുറമുഖമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. മനു നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കിടപിടിക്കാൻ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് ഈ തുറമുഖത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കേരളം എന്താണ് എന്നുള്ളത്. കേരളത്തിന് ആ രീതിയിൽ വലിയൊരു കേരളത്തിൻ്റെ മുഖം അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കുന്നത്. ആ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കുന്ന വിഴിഞ്ഞത്തേക്ക് എല്ലാവരുടെയും കണ്ണുകൾ ഇന്ന് വിഴിഞ്ഞത്തേക്കാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം കഴിഞ്ഞൊരു 9 വർഷത്തെ പ്രവർത്തനം, അതും എണ്ണയിട്ട യന്ത്രം പോലെയുള്ള സർക്കാരിൻ്റെ പ്രവർത്തനം, അത് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കമ്മീഷനിങ്ങിലേക്ക് എത്തി നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കമ്മീഷനിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മനു, ഏതായാലും ഇവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കർശനമായിട്ടുള്ള സുരക്ഷയാണ്. പ്രധാനമന്ത്രി എത്തുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നത്. തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രാജ്ഭവനിലാണ് വിശ്രമിക്കുന്നത്. ഇന്ന് രാവിലെ കൃത്യം 9:45 രാജ്ഭവനിൽ നിന്നും അദ്ദേഹം പുറപ്പെടുന്നതായിരിക്കും. അവിടെ നിന്നും പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്നാണ് പ്രത്യേക ഹെലികോപ്റ്ററിൽ ഇവിടെ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുക. വിഴിഞ്ഞത്തെ ഇവിടെ ഹെലിപാഡിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഇത് നമ്മളതിൻ്റെ റോഡിനോട് ചേർന്നുള്ള കവാടത്തിൻ്റെ അവിടെ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു പരിധിവരെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്കൊക്കെ നിയന്ത്രണമാണുള്ളത്. അതിനകത്ത് കയറി നമുക്ക് ലൈവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പരമാവധി ലൈവ് നൽകിയതിന് ശേഷം അകത്തേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് കമ്മീഷനിങ്ങിലേക്ക് കടക്കാമെന്ന് കരുതുന്നത്. ഏതായാലും അങ്ങനെ ഇവിടെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷ, പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 9:45 പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന പ്രധാനമന്ത്രി ഇവിടെ കൃത്യം 10:15 എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പോർട്ട് സന്ദർശിക്കുന്നതായിരിക്കും. പോർട്ട് സന്ദർശിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഏതായാലും 11 മണിയോടുകൂടി കമ്മീഷനിങ് ചടങ്ങ് ആരംഭിക്കുക. അതിൽ കമ്മീഷനിങ് ചടങ്ങിൽ ഈ പറയുന്നത് പോലെ തന്നെ പ്രത്യേകമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുള്ളവരായിരിക്കും വേദിയിൽ ഇരിപ്പിടത്തിൽ ഉണ്ടാവുക. അതിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി, അതിനു പുറമെ സംസ്ഥാനത്തെ തുറമുഖ മന്ത്രി, സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാരായ സജി ചെറിയാനും ഈ തിരുവനന്തപുരത്തെ 2 മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടിയും GRNലും മേയർ MP-മാർ, അങ്ങനെ ഒരു പട്ടിക തന്നെയുണ്ട്. പ്രതിപക്ഷ നേതാവിനടക്കം ഇരിപ്പിടമുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് ചടങ്ങ് ബഹിഷ്കരിക്കും എന്നുള്ളതാണ് അറിയിച്ചത്. അതിന് പിന്നിലുള്ള രാഷ്ട്രീയമൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ പറയുന്നത് പോലെ UDF ഇല്ല, ഷീജ പറയാം. അതെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചരിത്രം ആകെ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം UDF അവകാശപ്പെടുന്നത് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞാണ് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമായത് എന്നതിന് പിന്നിലെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം 1996 EK നായനാർ സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനൊരു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നൊരു ആശയം തന്നെ രൂപപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം തന്നെ ഒരു സമിതിയെ ഇത് സംബന്ധിച്ച് പഠിക്കാനൊക്കെ അന്ന് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ആ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നു. തൊട്ടു പിന്നാലെ എ കെ ആൻ്റണി സർക്കാർ വരുന്നു. എ കെ ആൻ്റണി സർക്കാരാകട്ടെ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ടെൻഡർ നടപടിയിലേക്ക് കടക്കുമ്പോൾ അതിൽ ടെൻഡർ ലഭിക്കുന്നത് ഒരു ചൈനീസ് കമ്പനിക്കാണ്. അതാകുമ്പോഴേക്കും ആ സർക്കാരിൻ്റെ കാലയളവ് പൂർത്തിയാകുന്നു. തൊട്ടടുത്ത സർക്കാരായ വി എസ് അച്യുതാനന്ദൻ സർക്കാർ വരുന്നു. വി എസ് അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ ടെൻഡർ നടപടികളിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെ ആ കമ്പനിക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി കൂടി വാങ്ങിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കേന്ദ്രത്തിൽ അനുമതി നൽകുന്നു. പക്ഷേ അവിടെയാണ് ഒരു വൈരുദ്ധ്യമായിട്ടുള്ള നിലപാട് UDF സ്വീകരിച്ചത് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം അന്ന് പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണിയാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും അടുത്ത ടേം ആകുമ്പോൾ അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയാകുമ്പോഴേക്കും അദ്ദേഹം തന്നെ അംഗീകരിച്ച കമ്പനിക്ക് അദ്ദേഹം അനുമതി നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിന് തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ആദ്യത്തെ 4 വർഷങ്ങളിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നില്ല. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് വലിയ പ്രക്ഷോഭങ്ങൾ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഏറ്റെടുത്ത് നടപ്പാക്കിയത് നമ്മൾ കണ്ടതാണ്. മനുഷ്യച്ചങ്ങല എങ്ങ് വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങി അങ്ങ് രക്തസാക്ഷി മണ്ഡപം വരെ നീണ്ട മനുഷ്യച്ചങ്ങലയുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ 212 ദിവസം നീണ്ടു നിന്ന സമരം, CPIMന്റെ നേതൃത്വത്തിലുള്ള സമരം രക്തസാക്ഷി മണ്ഡപത്തിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ പദ്ധതി പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിക്കുന്നതും അദാനിയുമായി കരാറുണ്ടാക്കുന്നത് അതിൻ്റെ അവസാന വർഷത്തിലാണ്. തുടർന്ന് ഒരു തറക്കല്ലിടുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിനൊപ്പം തന്നെ അന്ന് ഈ അടിസ്ഥാന കരാർ അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനെ ഇടതുപക്ഷം എതിർത്തിരുന്നു. തുടർന്ന് ഇടതുപക്ഷ സർക്കാർ വരുന്നു. 2016 ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ, അതായത് 1ാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് ഈ പദ്ധതിയുടെ അടിസ്ഥാന കരാറിൽ തന്നെയാണ് ആദ്യം മാറ്റം വരുത്തുന്നത്. ആ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കുന്നത്. പിണറായി സർക്കാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. കാരണം കഴിഞ്ഞ ഈ ഒരു 9 വർഷം എന്ന് പറയുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് പടിപടിയായി ചുവട് വെച്ച് വളരുന്നത്, ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അങ്ങനെ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര പദ്ധതി തുറമുഖം യാഥാർത്ഥ്യമാകുന്നു. 2024 ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ ട്രയൽ റൺ ആരംഭിക്കുന്നത്. ട്രയൽ റൺ ആരംഭിച്ച് ഇതുവരെയായി നോക്കുമ്പോൾ നമ്മൾ എന്താണ് എന്നുള്ളത്, വിഴിഞ്ഞത്തിൻ്റെ വലിപ്പം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാൾ വേഗത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് MSCയുടെ ഉൾപ്പെടെയുള്ള വൻകിട ചരക്ക് കപ്പലുകൾ ഇവിടെ നങ്കൂരമിട്ടതിലൂടെ വ്യക്തമായത്. അതും ആദ്യം വന്ന സാൻ ഫെർണാണ്ടോയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഒടുവിലായി വന്ന തുർക്കിയ വരെ, MSCയുടെ തുർക്കിയ വരെയുള്ള ആ കപ്പലുകൾ അത് തന്നെയാണ് സാക്ഷാത്കരിച്ചു തന്നത്. കാരണം ഏത് രീതിയിലാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് മാറിയത്, ശ്രദ്ധയാകർഷിക്കുന്നത് ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിനൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളുടെ കാര്യവും എടുത്തു പറയേണ്ടതാണ്. കാരണം കണ്ടെയ്നറുകളുടെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി അത് ഏകദേശം ഇപ്പോൾ 5.93 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് ഇതിനകം തന്നെ വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് മനു. അങ്ങനെ ഇതിൽ നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയും നേട്ടമാണ് ഇതിനകം തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി കമ്മീഷനിങ് കൂടി കഴിയുമ്പോൾ, ഇന്നത്തെ ഈ ഒരു കമ്മീഷനിങ് കൂടി കഴിയുമ്പോഴേക്കും ഏത് തലത്തിലേക്ക് വിഴിഞ്ഞം മാറും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രത്യേകിച്ചും ഈ മാസം തന്നെ ഇതിൻ്റെ 2, 3, 4 ഘട്ട പ്രവർത്തനങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതി ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ 2ാം ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കൂടി വിഴിഞ്ഞം കടക്കുകയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം LDF സർക്കാർ കൃത്യമായ രീതിയിൽ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് 2028 പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുക, അതായത് 2, 3, 4 ഘട്ടം പൂർത്തിയാക്കിക്കൊണ്ട് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ മാസം തന്നെ അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടി തുടക്കമാകുന്നത്. അങ്ങനെ 28 ആകുമ്പോഴേക്കും പൂർണ്ണതോതിൽ, അതായത് ഒരു സമയത്ത് തന്നെ നമ്മുടെ വിഴിഞ്ഞത്ത് നങ്കൂരമിടുക 4 പടുകൂറ്റൻ മദർഷിപ്പുകളായിരിക്കും. അത് വിഴിഞ്ഞത്തിന് മാത്രം അഭിമാനിക്കാൻ കഴിയുന്നൊരു നേട്ടമാകും എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അങ്ങനെ ആ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് കൂടിയാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത് മനു.